സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ ഓരോ മനുഷ്യനും അവൻ്റെതായ മൂല്യം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നമ്മളെയൊക്കെ എന്നും സംശയത്തിന്റെ നിഴലിൽ നിർത്താനായിട്ടുള്ള പരിശ്രമങ്ങൾ ഏറെയുണ്ട്. 100 വർഷം മുമ്പത്തെ ഇന്ത്യയുടെയോ കേരളത്തിന്റെയോ സാഹചര്യം എടുത്തു നോക്കിയാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഈ നാടിന്റെ അവസ്ഥയെന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സാധ്യമായ മാർഗങ്ങളിലൂടെ എല്ലാം സുവിശേഷം പ്രഘോഷിക്കാൻ കടപ്പാടുള്ളവനാണ് ക്രിസ്ത്യാനി. സ്വാതന്ത്ര്യ ദിനത്തിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും വളരെ സ്നേഹപൂർവ്വം നേരുകയാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്വാതന്ത്ര്യ ദിനം പലതുകൊണ്ടും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളാണ്. ആ രീതിയിൽ പരിശുദ്ധ അമ്മയോട് പ്രത്യേക ഭക്തി പുലർത്തുന്ന കേരള ക്രൈസ്തവർക്ക് ഈ ദിനം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അമ്മ ഒരു സാധാരണ സ്ത്രീ ആയിരിക്കെ ദൈവകുമാരന് ജന്മം കൊടുക്കാനായിട്ട് അനുഗ്രഹം ലഭിച്ചു. ജീവിത വിശുദ്ധിയോടെ നൈർമല്യത്തോടെ ജീവിച്ചു. അങ്ങനെ ജീവിതകാലം മുഴുവൻ പുലർത്തിയ വിശുദ്ധിയുടെയും വിശ്വസ്തതയുടെയും അംഗീകാരമായി നമ്മുടെ കർത്താവ് പരിശുദ്ധ അമ്മയുടെ ശരീരം പ്രത്യേകിച്ച് കുറവുകളൊന്നുമില്ലാതെ മഹത്വീകരിക്കപ്പെടാനായിട്ടിടയായി. ഇതാണ് സ്വർഗാരോപണ തിരുനാളിൻ്റെ സന്ദേശം. ഈ ദിവസം പ്രത്യേകിച്ച് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് കൂടി ആഘോഷിക്കുകയാണ്. 79ാമത് സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആചരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പരസ്പരം ആശംസകൾ നേരാം. നമ്മുടെ രാജ്യം നൂറ്റാണ്ടുകൾ തുടർന്ന വൈദേശിക ആധിപത്യത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ചതിൻ്റെ വലിയ ആഘോഷമാണല്ലോ ഈ സ്വാതന്ത്ര്യ ദിനം. ഈ സ്വാതന്ത്ര്യം നമുക്ക് രാഷ്ട്രീയമായിട്ട് ലഭിച്ചു. വിദേശികളുടെ ആധിപത്യത്തിൽ നിന്ന് നമുക്ക് വിമോചനം ലഭിച്ചു. ആ രീതിയിൽ നല്ല ശക്തമായ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി നമുക്ക് നമ്മുടെ നാട്ടിൽ രൂപീകരിക്കാനായിട്ട് സാധിച്ചു. അതെല്ലാം നമ്മൾ നന്ദിയോടുകൂടി ഓർക്കേണ്ട കാര്യമാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഈ ജനാധിപത്യം ഇതുപോലെ നിലനിൽക്കുന്നില്ല എന്ന് നമുക്കറിയാം. 78 വർഷങ്ങളായിട്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൽ നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യം പുലർത്തിയ വലിയ നന്മകളുടെയും മൂല്യങ്ങളുടെയും ഫലമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ സ്വാതന്ത്ര്യം നമുക്ക് വൈദേശിക ആധിപത്യത്തിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. നമ്മളതിന് മൂല്യം കൊടുക്കുന്നില്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് വാസ്തവം. സ്വാതന്ത്ര്യം എന്താണെന്നറിയാത്തവർ, സ്വാതന്ത്ര്യം സംരക്ഷിക്കാനായിട്ട് ക്ലേശിക്കാത്തവർക്ക്, അധ്വാനിക്കാത്തവർക്ക് ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. പല രീതിയിൽ ഈ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ മാധ്യമങ്ങളുടെ ലോകത്ത്, ഈ സാമൂഹിക മാധ്യമങ്ങളുടെ ലോകത്തൊക്കെ ധാരാളം തെറ്റായ ധാരണകളിലൂടെ ജനാഭിപ്രായത്തെ സ്വാധീനിച്ച് ജനങ്ങളുടെ ഹിതത്തെ തന്നെ ചൂഷണം ചെയ്യാനായിട്ട് സാധിക്കുന്ന ശക്തികൾ വളരെയേറെയുണ്ട്. നിരന്തരമായിട്ട് കള്ളത്തരങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ തെറ്റിദ്ധാരണകളിലൂടെ സത്യത്തിൽ നിന്ന് ഏറെ അകറ്റി അസ്വാതന്ത്ര്യത്തിൻ്റെ ലോകത്തിലേക്ക് അവരെ നയിക്കുന്ന ശക്തികൾ വളരെയേറെയാണ്. അവിടെയൊക്കെ ചില മൂല്യങ്ങളും ചില നിലപാടുകളുമാണ് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുക. പ്രത്യേകിച്ചും സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ ഓരോ മനുഷ്യനും അവൻ്റെതായ മൂല്യം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. മൂല്യബോധമില്ലാത്ത, സ്വന്തം മൂല്യം തിരിച്ചറിയാത്ത മനുഷ്യൻ, നമുക്കിന്ന് നമ്മുടെ രാജ്യത്ത് ഒത്തിരിയേറെ പുരോഗതി ഉണ്ടെന്ന് പറയുമ്പോഴും ലോകത്തെ 3ാമത്തെയോ 4ാമത്തെയോ ശക്തിയായിട്ട് ഇന്ത്യ മാറിയെന്ന് പറയുമ്പോഴും ഒക്കെ ആ വാർത്ത പത്രത്തിൽ വായിക്കുന്ന നമ്മുടെ ഒരു ഗ്രാമീണന്റെ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. അവന് ശരിയായിട്ട് തൊഴിലില്ല, അവന് കുടുംബം പോറ്റാനായിട്ട് ഒന്നും ലഭിക്കുന്നില്ല,
അവന് ശരിയായ വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല, അവൻ്റെ ഗ്രാമത്തിൽ ഒരു ആശുപത്രിയില്ല, അവന് ജീവിക്കാനായിട്ട് മാന്യമായ സാഹചര്യങ്ങളില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും സ്റ്റേറ്റിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് ഒന്നും ചെയ്യാനുമില്ല എന്നുള്ള ഒരു സാഹചര്യത്തിൽ അവന് സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യം സത്യത്തിൽ നിന്നാണ് നാം ഉത്ഭവിക്കുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥ സത്യത്തെ അറിയുകയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനുള്ള ആദ്യത്തെ പടി. ക്രൈസ്തവ സഭകൾ എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? യഥാർത്ഥ സത്യത്തെ അറിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സ്വാതന്ത്ര്യത്തോടെ മനുഷ്യൻ്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് എവിടെല്ലാം നമ്മുടെ സഭയുണ്ടോ അവിടെയെല്ലാം 3 തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളൂ. ഒന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. കാരണം മനുഷ്യൻ ശരിയായ കാര്യങ്ങൾ അറിയണം, അവന് കഴിവുണ്ടാവണം, അവന് വായിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനായിട്ടും കഴിവുണ്ടാവണം. അതുപോലെ നമ്മൾ ആതുരാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, ആശുപത്രികൾ. മനുഷ്യന് അവൻ്റെ അവൻ്റെ വിലയില്ലാതെ അവൻ പരിചരിക്കപ്പെടാതെ അവൻ്റെ ജീവൻ നഷ്ടപ്പെടാനായിട്ട് പാടില്ല. അവന് ശരിയായ പരിചരണം വേണം. നേഴ്സിംഗ് എന്ന് പറയുന്ന ആ പ്രൊഫഷൻ തന്നെ വളർത്തിയെടുക്കാൻ സഭയുടെ സംഭാവനകൾ വളരെയേറെയാണ്. അതോടൊപ്പം കാരുണ്യ ഭവനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ട് ആരും കാണരുത്. എല്ലാവർക്കും പരിചരിക്കാനായിട്ട് ആൾക്കാരുണ്ടാവണം. ആ കാരുണ്യ ഭവനങ്ങൾ നടത്താനായി ജീവിതം മുഴുവൻ സമർപ്പിച്ച അനേകം സന്യസ്തരും വൈദികരുമെല്ലാം നമുക്കുണ്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന അവസ്ഥകളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥ സത്യത്തെ അറിയാത്തതാണ് സ്വാതന്ത്ര്യം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമെങ്കിൽ ആ സത്യം അറിയാതെ പോകുന്ന അനേകര് അസ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നു എന്നും തിരിച്ചറിയാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രചരണ ഉപാധിയാക്കി മാറ്റിക്കൊണ്ട് നമ്മളെയൊക്കെ എന്നും സംശയത്തിൻ്റെ നിഴലിൽ നിർത്താനായിട്ടുള്ള പരിശ്രമങ്ങളേറെയുണ്ട്. മതപരിവർത്തനം നടത്താനായിരുന്നെങ്കിൽ ആരെയെല്ലാം പരിവർത്തനം നടത്താമായിരുന്നു. ഏതാണ്ട് 2 നൂറ്റാണ്ടോളം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കഴിഞ്ഞ ഈ രാജ്യത്ത് കോടിക്കണക്കിന് മനുഷ്യരെ നിർബന്ധിത മതപരിവർത്തനം നടത്താമായിരുന്നു. പക്ഷേ മനുഷ്യൻ്റെ മനസ്സാക്ഷിയോട് സംവദിക്കുന്ന സത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഭാഷയാണ് എന്നും ക്രൈസ്തവ സമൂഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ വിദ്യാലയങ്ങൾ ആരംഭിച്ചപ്പോൾ അതൊരിക്കലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രമാകരുത്. നാനാജാതി മതസ്ഥർക്ക് വേണ്ടിയിട്ടാവണം. അവർ സെക്കുലർ മൂല്യങ്ങൾ അവർ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നവോത്ഥാനത്തിന് തന്നെ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന കലാശാലകൾ പണിതുയർത്താൻ സഭയ്ക്ക് സാധിച്ചു. അതിനെ വളരെ ചെറുതാക്കി കാണുന്നവർ ഇന്നുണ്ടായേക്കാം, അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പക്ഷെ 100 വർഷം മുമ്പത്തെ ഇന്ത്യയുടെയോ കേരളത്തിൻ്റെയോ സാഹചര്യം എടുത്തു നോക്കിയാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു ഈ നാടിൻ്റെ അവസ്ഥയെന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ മതസ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ നടത്തിയ പരിശ്രമങ്ങൾ അവിടെയൊക്കെയാണ്. ഒരിക്കലും മതപരിവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം. നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനം, നമ്മളൊക്കെ പഠിച്ച സ്കൂളുകളിൽ എത്രയോ വ്യത്യസ്ത മതവിഭാഗത്തിൽ നിന്നുള്ളവർ പഠിച്ചിരിക്കുന്നു. പക്ഷേ അവരാരും മതപരിവർത്തനം നടത്തിയല്ലോ ആ സ്കൂളിൽ നിന്ന് പോയത്. മതപരിവർത്തനം എന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് കാണുമ്പോൾ ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യമാണത്. അവൻ്റെ മനസ്സാക്ഷിയോട് ദൈവം സംസാരിക്കുകയാണ്. അവൻ്റെ വിശ്വാസത്തെ രാഷ്ട്രം ഒരിക്കലും നിയന്ത്രിക്കാനായിട്ട് പാടില്ല. നിർബന്ധിത മതപരിവർത്തന നിയമമൊക്കെ പാസ്സാക്കുന്ന സർക്കാരുകൾ മനുഷ്യ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്നു എന്ന് പറയുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല. അവര് യഥാർത്ഥത്തിൽ മതത്തിൽ രാഷ്ട്രം ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് സെക്കുലറിസം എങ്കിൽ, മതത്തിൻ്റെ വഴിക്ക് വിടുക, രാഷ്ട്രത്തിൻ്റെ വഴിക്ക് പോവുക. രാഷ്ട്രം ഒരിക്കലും മതത്തെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങളിൽ കൈകടത്താനായിട്ടോ ശ്രമിക്കുമ്പോഴാണ്
യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാകുന്നത്. അതേസമയം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് എന്തെങ്കിലും മതവിഭാഗങ്ങളിലോ അവരുടെ ആചാരങ്ങളിലോ ഉണ്ടെങ്കിൽ രാഷ്ട്രം തീർച്ചയായിട്ടും ഇടപെടണം. ദുരാചാരങ്ങൾ നീക്കാനായിട്ട് രാഷ്ട്രം ഇടപെടണം. അന്ധവിശ്വാസങ്ങളിലൂടെ മനുഷ്യന്റെ ജീവൻ അപകടത്തിലാവുന്നുണ്ടെങ്കിൽ രാഷ്ട്രം ഇടപെടണം. അതൊന്നും മതത്തിന്റെ മാത്രമായ ഒരു മേഖലയല്ല. മനുഷ്യന്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നിടത്ത് അത് രാഷ്ട്രത്തിന്റെ മേഖല കൂടിയാണ്. രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമാണ് ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യം പാലിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ മതങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുകയും മത സ്വാതന്ത്ര്യത്തെ ഹനിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാത്ത ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ ഭരണഘടന ഓരോരുത്തർക്കും അവരവര് ആഗ്രഹിക്കുന്ന മതത്തിൽ വിശ്വസിക്കാനും അത് പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഭരണഘടനയുടെ ഒരു പ്രത്യേകത കൂടിയാണ്, പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത്. നമ്മൾ 2000 വർഷങ്ങളായിട്ട് ഇവിടെയുണ്ട്. നമ്മൾ മതം പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ലോകത്തോട് മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ട്. അത് ഇന്നും ചെയ്യുന്നുണ്ട്, ഇന്നലെയും ചെയ്തിരുന്നു, നാളെയും നമ്മളത് ചെയ്യും. കാരണം നമുക്ക് ഈ സത്യത്തെ പ്രഘോഷിക്കാതിരിക്കാനായിട്ടാവില്ല. പക്ഷെ എന്നിട്ടും ഇന്ത്യയിൽ 2.3% ആൾക്കാരെ ക്രിസ്ത്യാനികളായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കാതെയുള്ള ഒരു പ്രചരണമല്ല നമ്മൾ നടത്തിയിട്ടുള്ളത്. നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നു. സാധ്യമായ മാർഗങ്ങളിലൂടെ എല്ലാം സുവിശേഷം പ്രഘോഷിക്കാൻ കടപ്പാടുള്ളവനാണ് ക്രിസ്ത്യാനി. ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം പ്രഘോഷിക്കാൻ പ്രത്യേകമായി ദൗത്യം ലഭിച്ചവനാണ്. പക്ഷെ അതിൻ്റെ പേരിൽ അത് ആരുടെയും സ്വകാര്യ ജീവിതത്തെയോ സ്വാതന്ത്ര്യത്തെയോ ഹനിക്കുന്നില്ല എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു സംസ്കാരത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടന തന്നെ സഹിഷ്ണുത എന്ന സംസ്കാരത്തിൽ അടിയുറച്ചതാണ്. സഹിഷ്ണുത എന്ന സംസ്കാരം നമുക്കറിയാം. നമ്മുടെ പുരാതനമായ ദേവാലയങ്ങൾ, ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ പലതും ഇവിടുത്തെ ഹൈന്ദവരായ നാടുവാഴികളുടെ ഔദാര്യപൂർവമായ സംഭാവനകൾ കൊണ്ട് നിർമ്മിച്ചവയാണ്. അവരുടെ ഉള്ളിൽ ഈ സഹിഷ്ണുതയുടെ വിത്തുകൾ ഉണ്ടായിരുന്നു. അവർക്ക് മതസൗഹാർദ്ദം എന്നത് ഒരു വലിയ മൂല്യമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ യഥാർത്ഥമായ മൂല്യം ഉൾക്കൊള്ളാനായിട്ട് പരിശ്രമിക്കാം. രക്ഷകനായ ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഒരിക്കലും ഇടുങ്ങിപ്പോകുന്നില്ല, കൂടുതൽ വിശാലമാവുകയാണ്. ഓരോ വ്യക്തിയെയും ബഹുമാനിക്കാനും ആദരിക്കാനും അവൻ്റെ ജീവിത പരിസരങ്ങളെ മാനിക്കാനുമെല്ലാം നമുക്ക് കരുത്ത് നൽകുന്നതാണ് നമ്മുടെ വിശ്വാസം. ഈ സ്വർഗാരോപണ തിരുനാളിൽ നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ യഥാർത്ഥമായ ആത്മീയ സ്വാതന്ത്ര്യത്തെ കൂടി ധ്യാന വിഷയമാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.